ബന്ന് സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിതിൽ മുട്ടയൊന്നും ചേർക്കണില്ല. മുട്ട ഇഷ്ടമില്ലാത്തവർക്കും ഇത് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. നമുക്കിനി അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ ഇത് ഉണ്ടാക്കുന്നത് മൈദ മാവിലാണ്. മൈദ മാവിൽ ഉണ്ടാക്കുന്ന അതേപോലെ ഗോതമ്പ് മാവിൽ ഉണ്ടാക്കാം. പക്ഷെ അതിന് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റ് ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയാൽ കിട്ടില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ ഒരു 4 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. 2 3 4. നമുക്കിനി ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. തൈരും ഉപ്പും ബട്ടറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി എല്ലായിടത്തായി വരട്ടെ. അങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം, മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് എല്ലാവരും നല്ല മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇച്ചിരിച്ച് ആ പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. എന്താ കുറച്ച് ഒഴിച്ചാൽ മതിയേ, അല്ലെങ്കിൽ ഇത് കൂടിപ്പോവാൻ സാധ്യത ഉണ്ട്. പാലില്ലെങ്കിൽ വെള്ളത്തിൽ കുഴച്ചാലും മതിയാവും. ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചാൽ മതി. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കുഴക്കണം, അപ്പോഴേ ഈ പരുവത്തിൽ കിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, കയ്യിലെ ഒന്നും ചെയ്യണില്ല, കണ്ടില്ലേ? ഈ ഒരു പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. എന്താ ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ ഇവിടെ ഇരുന്നോട്ട് ഇച്ചിരി എണ്ണ പുരട്ടി വെക്കാം. നമുക്കിതിൽ ഇച്ചിരി ഓയിൽ പുരട്ടി അതിന് നമ്മൾ ബന്നിലേക്കുള്ള മാവ് കുഴച്ച് റെഡിയാക്കി 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബന്നിലേക്കുള്ള ബട്ടർ ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ബട്ടർ ഇപ്പം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 100 ഗ്രാം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഞാൻ. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. നമുക്കിനി ഒരിച്ചിരി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന പാല് തിളപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ച പാലാണ് കേട്ടോ. കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറേശ്ശായിട്ട് പഞ്ചസാര ഇതിലിട്ടിട്ട് നന്നായിട്ട് ക്രീമാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രീം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നല്ല ക്രീമി ആക്കി എടുക്കണം. കണ്ടാ, ഇതിനി അവിടെ ഇരുന്നോട്ടെ. നമ്മളിപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബന്നാക്കി എടുക്കാം. നമുക്കിനി ഇതൊരു 9 ഉരുളയാക്കി എടുക്കാം.
നമുക്കിനി വിള്ളലൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതിൽ വിള്ളലോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഇത് 9 ഉരുളയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൽ നിന്ന് ഒന്നെടുത്ത് ഒന്ന് കയ്യിലിങ്ങനെ വെച്ച് ഉരുട്ടി ഇങ്ങനെ നീളത്തിലൊന്ന് ഉരുട്ടാം. ഇങ്ങനെ ആക്കി കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ തട്ടാം. ഇങ്ങനെ തട്ടി തട്ടി ഒന്നുകൂടി ഷേപ്പാക്കി ഒന്നുകൂടി ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ നമുക്കിനി എല്ലാതും ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാതും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ചൂടിലെ എണ്ണ ഇട്ട് കൊടുക്കാവേ. കണ്ടില്ലേ, ഒരു 2 എണ്ണ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല എണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മേലെ വേഗം മൊരിഞ്ഞ് കരിഞ്ഞു വരും, അടിയിൽ മാവിൻ്റെ ഉള്ളിൽ വേഗമില്ല. അതിനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മീഡിയം തീയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ, എണ്ണ മീഡിയം ചൂടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വേഗം നല്ല സൂപ്പറായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ? ഇത് നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ. 2 സൈഡും ഒരേ കളറാവണം, അപ്പോഴാണ് ഉള്ളിൽ നല്ല വേകുക. ഇത് കണ്ടില്ലേ, നമ്മുടെ ബന്നിൻ്റെ 2 സൈഡും ഒരേ കളറായിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ നമ്മുടെ ബന്നിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ ഇട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം, എന്നിട്ട് വേണം നമുക്ക് ക്രീം വെച്ച് കൊടുക്കാൻ. നമ്മൾ ഉണ്ടാക്കി വെച്ച ബന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കീറുക, കത്തി കൊണ്ടിങ്ങനെ മുറിച്ച് ആക്കിയിട്ട്. മുറിക്കുമ്പോൾ കൈ ശ്രദ്ധിക്കണേ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട, നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ക്രീം വെച്ച് കൊടുക്കാം. ഇതാ, ഇത് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ക്രീമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കണേ. നമുക്കിതിങ്ങനെ മൂടി വെക്കാം. കണ്ടില്ലേ, ഒരു ക്രീം ബന്ന് റെഡിയായി. നമുക്ക് ഇനി എല്ലാം ഇതേപോലെ ക്രീമാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ക്രീം ബന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം. ഒരു 3-4 ദിവസം വരെ ഇതുണ്ടാക്കി വെച്ചാൽ ഇരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ മക്കളെ.